മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കെസിസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. മനുഷ്യന് മരണശേഷം എന്ത് സംഭവിക്കുന്നു? മരണശേഷം ജീവനുണ്ടോ? മരണശേഷം ഉടനെ ഒരു വിധിയുണ്ടോ? സ്വർഗവും നരകവും എന്താണ്? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സഭ പ്രബോധനം എന്താണ്? ശരീരങ്ങളുടെ പുനരുത്ഥാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? കർത്താവിൻ്റെ രണ്ടാം ആഗമനം, അന്ത്യവിധി, ഇവയെ എങ്ങനെ മനസ്സിലാക്കണം? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇന്ന് നാം ശ്രമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്, ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴാണ് മരണം സംഭവിക്കുക? അത് അനിശ്ചിതമായ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് മരണം നമുക്ക് വലിയൊരു മിസ്റ്ററി തന്നെയാണ്. എന്ന് മുതൽ മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ അന്ന് മുതൽ തന്നെ മരണം വലിയൊരു സമസ്യ തന്നെയാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം ജീവനുണ്ടോ? അങ്ങനെയുള്ള ഒരു ചിന്ത മനുഷ്യനെ എന്നും അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് മരണാനന്തര ജീവനെക്കുറിച്ച് പല വ്യക്തികൾ ചിന്തിച്ചു, വ്യത്യസ്തമായ ഉത്തരങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് വാസ്തവത്തിൽ പല മതങ്ങളും പല വിശ്വാസ സംഹിതകളും ദർശനങ്ങളും ഫിലോസഫിയൊക്കെ രൂപപ്പെട്ടത്. മരണാനന്തര ജീവനെക്കുറിച്ച് ഗ്രീക്ക് ഫിലോസഫറായ സോക്രട്ടസ് ആണ് വളരെ ശക്തമായ ഒരു ചിന്ത നമുക്ക് നൽകിയത്. അദ്ദേഹം പറഞ്ഞു, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവുമാണ്. എന്നാൽ ഒരു പക്ഷി കൂടിലായിരിക്കുന്നത് പോലെയാണ് ആത്മാവ് ശരീരമാകുന്ന കൂടിൻ്റെ ഉള്ളിലായിരിക്കുക. കിളിക്കൂടിൽ നിന്ന് ഈ പക്ഷി സ്വതന്ത്രമാകുന്നത് പോലെയാണ് ശരീരമാകുന്ന കൂടിൽ നിന്ന് ആത്മാവാകുന്ന പക്ഷി സ്വതന്ത്രമാകുന്നത്. അതാണ് മരണം. അപ്പം മരണം എന്നത് ആത്മാവിന് ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് എന്ന് സോക്രട്ടസ് പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ പ്ലേറ്റോ സോക്രട്ടസിൻ്റെ ചിന്തകളെ കുറെ കൂടെ വികസിപ്പിച്ച് അവതരിപ്പിച്ചു. അതുകൊണ്ട് അവരുടെ ചിന്ത പ്രകാരം ശരീരത്തിന് മാത്രമാണ് മരണമുള്ളത്, ആത്മാവ് അമർത്യമാണ്, ആത്മാവിന് മരണമില്ല. ഇതിനോട് സമാനമായ ഒരു ചിന്തയാണ് ഹൈന്ദവ ദർശനത്തിലും കാണാൻ കഴിയുക. മനുഷ്യനിൽ ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ആത്മാവ് അമർത്യമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് മരണത്തോടു കൂടെ മനുഷ്യൻ ശരീരമാകുന്ന ഈ പഴയ വസ്ത്രത്തെ ഉപേക്ഷിച്ച് പുനർജന്മത്തിൽ പുതിയ ഒരു വസ്ത്രം ധരിക്കുന്നു. ആത്മാവിന് മരണമില്ല, ശരീരം മാത്രമാണ് മരണപ്പെടുക. ആത്മാവ് അടുത്ത ജന്മത്തിൽ പുതിയ ശരീരത്തോടു കൂടെ വീണ്ടും ജീവിക്കുന്നു. എന്നാൽ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഈ ചക്രത്തിൽ നിന്ന് എന്നേക്കുമായുള്ള മോചനത്തെയാണ് അവർ മോക്ഷം എന്ന് വിളിക്കുക. പരമാത്മൻ ഒരു കടലാണെങ്കിൽ ആത്മാവ് ഒരു തുള്ളി വെള്ളം പോലെയാണ്. ഒരു തുള്ളി വെള്ളം കടലിൽ ചെന്ന് ലയിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ആത്മാവ് പരമാത്മാവിൽ ചെന്ന് ലയിക്കുന്നതിനെയാണ് മോക്ഷം എന്നവർ വിളിക്കുക. ഗ്രീക്ക് ഫിലോസഫിയിലും ഹൈന്ദവ ദർശനത്തിലും മനുഷ്യൻ ശരീരവും ആത്മാവുമാണ്, ആത്മാവ് അമർത്യമാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായ ഒരു ദർശനം ഗ്രീക്ക് ഫിലോസഫിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എപ്പിക്യൂരിയസ് എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ശരീരം മാത്രമാണ്, ആത്മാവൊന്നുമില്ല. ഏതൊരു മൃഗം ചാകുന്നത് പോലെ മനുഷ്യനും ചാകുന്നു. കാരണം മനുഷ്യൻ ശരീരം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി, ഫോർ ടുമോറോ യു വിൽ ഡൈ. ഗ്രീക്ക് ഫിലോസഫിയിലെ ഈ ചിന്തയെക്കുറിച്ച് പൗലോസ് ശ്ലീഹായ്ക്ക് അറിയാവുന്നത് കൊണ്ട് 1 കൊരിന്തോസ് 15:32 പൗലോസ് ഇപ്രകാരം കുറിച്ചു വെച്ചു, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും.
പക്ഷെ പൗലോസ്ലീഹ അതിനുശേഷം പറയുന്നത് എന്താണ്? നിങ്ങൾ വഞ്ചിതരാകരുതേ. ഇതൊരു തെറ്റായ ദർശനമാണ് എന്ന് പൗലോസ്ലീഹ അവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഭാരതത്തിലെ ചാർവക ഫിലോസഫിയിൽ ഇതേ കാഴ്ചപ്പാട് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യൻ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. മരണത്തോടുകൂടി മനുഷ്യൻ എന്നേക്കുമായി നശിച്ചു പോവുകയാണ്. ഇനി സയൻസും പറയുന്നത് മനുഷ്യനിൽ ആത്മാവൊന്നുമില്ല. സ്കാനിങ്ങിലോ എക്സ്റേയിലോ ലാബ് ടെസ്റ്റിലോ ഒന്നും ആത്മാവിനെ കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. മനുഷ്യനിലുള്ളത് കോൺഷ്യസ്നെസ് മാത്രമാണ്. അത് ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ്. മനുഷ്യൻ ശരീരം മാത്രമാണ്. കാരണം ആത്മാവിനെ നിരീക്ഷിക്കുവാനോ പരീക്ഷിക്കുവാനോ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നാണ് സയൻസ് പറയുക. അപ്പോൾ ഇതുവരെ നമ്മൾ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് കേട്ടത്. ഗ്രീക്ക് ഫിലോസഫിയിലും ഹൈന്ദവ ദർശനത്തിലും നമ്മൾ കണ്ടത് മനുഷ്യൻ ശരീരവും അമർത്യമായ ആത്മാവും ഉള്ളവനാണ്. അതുപോലെ തന്നെ എപ്പിക്യൂരിയനിസവും ചാർവക ഫിലോസഫിയും സയൻസും അനുസരിച്ച് മനുഷ്യൻ ശരീരം മാത്രമാണ്, മനുഷ്യനിൽ അമർത്യമായ ആത്മാവൊന്നും ഇല്ല. ഇനി ചോദ്യം, ക്രൈസ്തവ ദർശനത്തിൽ എപ്രകാരമാണ് മരണാനന്തര ജീവിതത്തെ മനസ്സിലാക്കുന്നത്? അതാണ് ഈ ക്ലാസിൻ്റെ പഠന വിഷയം. ക്രൈസ്തവ ദർശനം മനസ്സിലാകുന്നതിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും വിശുദ്ധ ബൈബിളും സഭാപ്രബോധനവും നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. ഏറ്റവും ആദ്യം പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ മരണം എന്താണ്, മരണാനന്തര ജീവിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അബ്രാഹത്തിൻ്റെ കാലഘട്ടം മുതൽ, അതായത് ഇസ്രായേലിൻ്റെ പ്രാരംഭ നാളുകളിൽ മരണത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമായാണ് മനസ്സിലാക്കിയിരുന്നത്. ഉൽപ്പത്തി 25:8 നാം വായിക്കുന്നു, തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹാം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. അതായത് പിതാക്കന്മാരോട് ചേർന്നു, അന്ത്യശ്വാസം വലിച്ചു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുവാൻ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് ശ്രമിച്ചിരുന്നത്. അപ്പോൾ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമാണ്. അന്ത്യശ്വാസം വലിക്കുക, അതായത് മരണമടയുക. അതിനുശേഷമുള്ള ഒരു ജീവനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. അതാണ് വാസ്തവം. മനുഷ്യ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്താണ്? അത് രണ്ട് കാര്യങ്ങളാണ്. തികഞ്ഞ വാർദ്ധക്യത്തിലുള്ള മരണം, അതൊരു സമൃദ്ധമായ ജീവിതത്തിൻ്റെ അടയാളമായിരുന്നു. രണ്ട്, മക്കളെയും ചെറുമക്കളെയും കണ്ട് സമാധാനത്തോടുകൂടെ അന്ത്യവിശ്രമം കൊള്ളുക. ഇതായിരുന്നു അബ്രാഹത്തിൻ്റെ കാലം മുതൽ ഇസ്രായേലിയരുടെ ജീവിതത്തിലെ സമീപനം. അവർ മരണമെന്ന യാഥാർത്ഥ്യത്തെ അങ്ങനെ ഭയപ്പെട്ടിരുന്നില്ല. മരണത്തിന് ശേഷമുള്ള ജീവനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവമായ കർത്താവിൻ്റെ പ്രിയ ജനമായിട്ട് ജീവിക്കുക, മക്കളായിട്ട് ജീവിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, അതിൻ്റെ അനുഗ്രഹമായിട്ട് ദീർഘായുസ് ലഭിക്കുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ തികഞ്ഞ വാർദ്ധക്യത്തിൽ അന്ത്യവിശ്രമം കൊള്ളുക, ഇതായിരുന്നു ഏതൊരു ഇസ്രായേൽക്കാരൻ്റെ ജീവിത സാക്ഷാത്കാരം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇസ്രായേലിന് ചുറ്റുമുണ്ടായിരുന്ന പല വിജാതീയ സംസ്കാരങ്ങളും ഗോത്രങ്ങളും പ്രപഞ്ചമെന്നത് സ്വർഗം, ഭൂമി, പാതാളം, അങ്ങനെ ഒരു ത്രിതല ഘടനയിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. സ്വർഗം എന്നത് ആകാശത്തിന് മുകളിലാണ്. അത് ദേവന്മാർ അധിവസിക്കുന്ന സ്ഥലമാണ്. മനുഷ്യൻ ഭൂമിയിൽ താമസിക്കുന്നു. മരിച്ചവരുടെ ലോകമാണ് പാതാളം എന്നവർ കരുതിയിരുന്നു. എന്തായിരിക്കാം അതിൻ്റെ കാരണം? 6 അടി മണ്ണിൽ മനുഷ്യനെ മരണശേഷം സംസ്കരിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് അടിയിലുള്ള ഈ അധോലോകത്തെ അവർ പാതാളം എന്ന് വിളിച്ചു. നമുക്കും അറിയാം, മാവേലി കഥയിൽ മാവേലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്നാണ് കേൾക്കുക. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സംസ്കാരങ്ങൾ, മതങ്ങൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം.
അപ്പോൾ പ്രപഞ്ചത്തിൽ സ്വർഗം, ഭൂമി, പാതാളം, അങ്ങനെ ഒരു ഘടനയാണ് ഉള്ളത് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അവരുടെ ഇടയിലാണ് ഇസ്രായേലിയർ താമസിക്കുക. അങ്ങനെ മരണശേഷം പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്നു, ഈ ഒരു ചിന്ത ഇസ്രായേലിയരെ ആകർഷിച്ചു തുടങ്ങി. അതുകൊണ്ട് സാവകാശം അവർ വിജാതീയരുടെ സ്വാധീനം മൂലം പാതാളം എന്ന സങ്കല്പത്തെ കടമെടുക്കുകയാണ്. അബ്രാഹത്തിൻ്റെ കാലശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മരണശേഷം പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്നു എന്ന് ഇസ്രായേൽക്കാരും വിശ്വസിക്കാൻ തുടങ്ങി. വിജാതീയരിൽ നിന്ന് കടമെടുത്ത പാതാളം എന്ന ആശയം ഇസ്രായേലിയർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കിയെങ്കിലും അതിനെ അവർ കുറെ കൂടെ പരിഷ്കരിച്ചു. അവരിപ്രകാരം പഠിപ്പിച്ചു: മരണശേഷം ഒരു വ്യക്തിയുടെ പ്രാണൻ, അതായത് ഹെബ്രായ ഭാഷയിൽ റെഫായിം, പാതാളത്തിലേക്ക് പോകുന്നു. പാതാളത്തിൻ്റെ ഹെബ്രായ പദം ഷെയോൾ, അതിൻ്റെ ഗ്രീക്ക് പദമാണ് ഹാദെസ്. പാതാളം അന്ധകാരത്തിൻ്റെ ഇടമാണ്. ഇത് ജോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ പാതാളത്തിൽ പതിക്കുന്നവർക്ക് അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന് ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നാം കാണുന്നു. പാതാളത്തിലുള്ളവർ ദൈവത്തിൽ നിന്നും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നും ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നു, അതായത് ഏകാന്തതയിൽ കഴിയുന്നു. അവർക്ക് പാതാളത്തിൽ ദൈവത്തെ സ്തുതിക്കാനാവില്ല എന്ന് സങ്കീർത്തനം 6:5-ലും സങ്കീർത്തനം 88-ന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മരണശേഷം ശരീരം സംസ്കരിക്കപ്പെട്ടു, പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്നു. പക്ഷെ പാതാളത്തിൽ ഈ പ്രാണൻ ഒറ്റയ്ക്കാണ്, ദൈവത്തിൻ്റെ സാമീപ്യമില്ല, മനുഷ്യരുമായിട്ടും ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയാണ്. പാതാളം അന്ധകാരത്തിൻ്റെ ഇടമാണ്. അവിടെ പതിക്കുന്നവർക്ക് അവിടെ നിന്ന് ഒരിക്കലും മോചനമില്ല. ഇങ്ങനെയുള്ളൊരു സങ്കല്പമാണ് പാതാളത്തെക്കുറിച്ച് ഇസ്രായേലിയർ സാവകാശം രൂപപ്പെടുത്തിയത്. പാതാളം അത്രേ ആശ്വാസദായകമായ സ്ഥലമായിരുന്നില്ല. കാരണം എന്താണ്? അത് ഏകാന്തതയുടെയും ശൂന്യതയുടെയും അന്ധകാരത്തിൻ്റെ ഇടമാണ്. അവിടെ കൂട്ടായ്മയില്ല, അവിടെ സ്നേഹമില്ല, ദൈവത്തെ സ്തുതിക്കാൻ പോലും ആവില്ല. അതുകൊണ്ട് മരണത്തെ അവർ ഭയപ്പെടാൻ തുടങ്ങി. മരണത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത് പാതാളം എന്ന സങ്കല്പമാണ്. എന്നാൽ വിജാതീയരിൽ നിന്ന് ഇവർ കടമെടുത്ത ഈ ഒരു സങ്കല്പം സാവകാശം ഇസ്രായേല്യരെ വിശ്വാസ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കാരണം എന്താണ്? നല്ലവനായാലും ദുഷ്ടനായാലും മരണത്തിന് ശേഷം പാതാളത്തിലേക്ക് ഉറപ്പായിട്ട് പോയിരിക്കും. അബ്രാഹവും മരണശേഷം പാതാളത്തിലേക്ക് പോയി. സോദോം ഗൊമോറയിലെ മഹാപാപികളും പാതാളത്തിലേക്ക് തന്നെ പോയി. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെയാണ് നീതിമാനാവുക? ഭൂമിയിൽ നീതിമാനായി ജീവിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിച്ച വ്യക്തിയും പാതാളത്തിലാണ് പോവുക. ദൈവത്തിൽ വിശ്വസിക്കാത്ത അഹങ്കാരിയും മഹാപാപിയുമായ ദുഷ്ടനായ വ്യക്തിയും പാതാളത്തിൽ പോകുന്നു. രണ്ടു പേരുടെയും വിധി ഒന്നാണെങ്കിൽ അവിടെ എവിടെയാണ് ദൈവത്തിൻ്റെ നീതി? നന്മ ചെയ്തതിൻ്റെ പ്രതിഫലമില്ലേ? ദുഷ്ടത പ്രവർത്തിച്ചവർക്ക് ശിക്ഷാവിധിയില്ലേ? ഈ ഒരു ചിന്ത സഭാപ്രസംഗത്തിൻ്റെ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല. ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും. ഭോഷനും ജ്ഞാനിയും ഒന്നുപോലെ മരിക്കുന്നു. ഇത് അവർക്ക് വിശ്വാസത്തിൻ്റെ വലിയ പ്രതിസന്ധിയായി മാറി. ഇസ്രായേല്യർ പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ദൈവികമായ വെളിപാട് 16-ാമത്തെയും 49-ാമത്തെയും 73-ാമത്തെയും സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 16-ന്റെ 10-ാമത്തെ വാക്യം, സങ്കീർത്തനം 73-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 49-ന്റെ 15. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം, നീതിമാന്റെ പ്രാണനെ ദൈവം ഒരിക്കലും പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. പാതാളത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിക്കും. അങ്ങനെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തും. നീതിമാനെ ദൈവം മാനിക്കും, അവന് ദൈവം പ്രതിഫലം നൽകും, അവനെ ദൈവം പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ദുഷ്ടന്മാരും പാപികളും അവർ നിരാശയുടെ പടുകുഴിയായ പാതാളത്തിൽ തന്നെ പതിക്കും.
അത് സങ്കീർത്തനം 9:17 നമ്മൾ കാണും. ഇസ്രായേലിനെ പീഡിപ്പിച്ചവരെല്ലാവരെയും യാഹ്വേ കഠിനമായി ശിക്ഷിക്കുമെന്നും പാതാളത്തിൻ്റെ അധോഭാഗങ്ങളിലേക്ക് അവരെ എറിയുമെന്നും ബാബിലോണിയൻ വിപ്രവാസ കാലത്തിന് ശേഷം ഇസ്രായേൽ ജനത വിശ്വസിച്ചു തുടങ്ങി. എസേക്കിയേൽ 32:23 വാക്യത്തിൽ കാണാം. അതിൻ്റെ അർത്ഥം നീതിമാനും ദുഷ്ടനും മരണശേഷം പാതാളത്തിൽ തന്നെയാണ് പോവുക എങ്കിലും അവിടെ ഇരു കൂട്ടരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. നന്മ ചെയ്തവരും നീതിമാന്മാരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും പാതാളത്തിൽ തന്നെ രക്ഷകനെ കാത്ത് കഴിയും. അതാണ് അവരുടെ പ്രത്യാശ. എന്നാൽ പാപികളും ദുഷ്ടന്മാരും യഹോവയിൽ വിശ്വസിക്കാത്തവരും ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചവരും ദ്രോഹിച്ചവരും അവർ പാതാളത്തിൻ്റെ അധോഗർത്തങ്ങളിൽ തന്നെ കിടക്കും. അവർക്ക് അവിടെ നിന്ന് ഒരിക്കലും മോചനം കിട്ടില്ല. അതാണ് അവരുടെ ശിക്ഷാവിധി. ചുരുക്കത്തിൽ അവരുടെ വിശ്വാസപ്രകാരം ഇനി പാതാളത്തിൽ തന്നെ 2 തട്ടുകളുണ്ട്. നീതിമാന്മാർ ആശ്വാസത്തിലും പ്രത്യാശയിലുമാണ്. അവർ രക്ഷകനെ കാത്തിരിക്കുകയാണ്. കാരണം രക്ഷകൻ അവരെ ഒരു നാൾ അവരെ മോചിപ്പിക്കും. എന്നാൽ 2ാമത്തെ തട്ട് എന്ന് പറയുന്നത് അവിടെ ദുഷ്ടന്മാരും പാപികളും അവരുടെ ശിക്ഷാവിധി കാത്ത് കഴിയുകയാണ്. ഏകദേശം 100 BC പാതാളത്തിലെ നീതിമാന്മാരുടെ ഇടം അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എന്ന് വിളിക്കപ്പെട്ടു. നീതിമാന്മാർ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലായിരിക്കും എന്നവർ വിശ്വസിച്ചു. നീതിമാന്മാർ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ മടിയിലായിരിക്കും എന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? പുറപ്പാട് 3 കാണാൻ സാധിക്കും. മുൾപടർപ്പിലൂടെ കർത്താവ് മോശയോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അബ്രാഹാം, ഇസാഖ്, യാക്കോബ് മരിച്ചിട്ട് 400 വർഷങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. മോശയോട് കർത്താവ് സംസാരിക്കുന്ന ഈ സമയത്ത് ദൈവം ജീവിക്കുന്നവരുടെ മാത്രം ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല എങ്കിൽ അബ്രാഹാം, ഇസാഖ്, യാക്കോബ് 3 മരിച്ചവരാണ്. എന്നാൽ അവർ മരിച്ചുവെങ്കിലും ഇന്നും ജീവിക്കുന്നു എന്ന സൂചനയാണ് കർത്താവ് മോശയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇസ്രായേല്യർ എന്നും പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഏറെ ആദരവോടെയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് നീതിമാന്മാർ മരണശേഷം പാതാളത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിലായിരിക്കും എന്നവർ വിശ്വസിച്ചു തുടങ്ങി. അവിടെ ആയിരിക്കുന്ന എല്ലാ ആത്മാക്കളും രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്ത് കഴിയുന്ന ആശ്വാസത്തിൻ്റെ അവസ്ഥയിലാണ്. ഇനി പഴയ നിയമത്തിൽ മരണാനന്തര ജീവനെക്കുറിച്ചുള്ള സങ്കല്പത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പരിണാമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവരാദ്യം വിശ്വസിച്ചത് മരണം ഒരു സ്വാഭാവികമായ അന്ത്യമാണ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവനെക്കുറിച്ച് അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് ഒന്നും ചിന്തിച്ചിരുന്നില്ല. പിൽക്കാലത്ത് വിജാതീയരിൽ നിന്ന് അവർ പാതാളം എന്ന സങ്കല്പത്തെ കടമെടുത്തു. അതിനെ അവർ കുറെ കൂടെ പരിഷ്കരിച്ച് അവതരിപ്പിച്ചു. ബാബിലോണിയൻ വിപ്രവാസ കാലത്തിന് ശേഷം യേശുക്രിസ്തുവിന് വരവിന് 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചിന്തിച്ചിരുന്നത് മരണശേഷം നീതിമാന്മാരും ദുഷ്ടന്മാരും പാതാളത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിലും 2 വ്യത്യസ്തമായ അവസ്ഥയിലാണ് അവരായിരിക്കുക. നീതിമാന്മാർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലും ദുഷ്ടരും പാപികളും ശിക്ഷാവിധി കാത്തു കഴിയുന്ന പാതാളത്തിൻ്റെ അധോഗർത്തങ്ങളിലാണ്. ഇനി പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൻ്റെ ഈ ദർശനങ്ങളും ചിന്തകളും പുതിയ നിയമം തുടരുകയാണ്, പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. ലൂക്ക 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നൽകുമ്പോൾ അതിലൂടെ മരണശേഷം എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ചുള്ള സൂചന കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇതൊരു സാധാരണ ഉപമയല്ല. കാരണം ഒരുപാട് ഉപമകൾ പറഞ്ഞുവെങ്കിലും ഇവിടെ മാത്രമാണ് ഒരു കഥാപാത്രത്തിന് പേര് നൽകി കർത്താവ് വിളിക്കുക, ലാസർ. അതുകൊണ്ട് ഇത് മരണാനന്തര ജീവനെക്കുറിച്ചുള്ള ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാം. അവിടെ ലാസർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലാണ് ആയിരിക്കുക. നീതിമാന്മാർ ആയിരിക്കേണ്ട സ്ഥലത്താണ് ഈ ലാസർ ആയിരിക്കുന്നത്. ധനവാൻ തൻ്റെ ശിക്ഷാവിധിയുടെ സ്ഥലത്താണ് ആയിരിക്കുക.
ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും വിലാപത്തിലും കഴിയുന്ന അവസ്ഥ. കൂടാതെ ധനവാന ലാസറുടെ സ്ഥാനത്തേക്ക് അബ്രഹാത്തിൻ്റെ മടിത്തട്ടിലേക്ക് വരാൻ സാധിക്കുകയില്ല. കാരണം അബ്രഹാം തന്നെ പറയുന്നത് പോലെ ഈ രണ്ടവസ്ഥകൾ തമ്മിൽ വലിയ ഗർത്തമാണ് ഉള്ളത്. മരണശേഷം മാനസാന്തരം സാധ്യമല്ല എന്നും ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവാശ്രയത്തിൽ ജീവിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികൾ മരണശേഷവും ദൈവകരങ്ങളിലായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ ദൈവത്തെ നിഷേധിക്കുകയും സഹോദരങ്ങളെ അവഗണിക്കുകയും മാരക പാപത്തിൽ ജീവിക്കുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഈ സത്യമാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം, പാതാളം എന്ന ഒരു സ്ഥലമുണ്ടോ? ഭൂമിക്ക് അടിയിൽ പാതാളം എന്ന ഒരു സ്ഥലം വാസ്തവത്തിലില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ആശയമായിട്ട് സങ്കല്പമായിട്ട് വേണം പാതാള ചിന്തയെ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം, അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ യേശുക്രിസ്തു മരണശേഷം പാതാളത്തിൽ ഇറങ്ങി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എഫേസ്യർ 4:8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നു കൂടിയല്ലേ? യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി, എല്ലാ മനുഷ്യരെയും പോലെ യേശുക്രിസ്തു മരിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ ശരീരവും ആത്മാവും സത്യമായും വേർപെട്ടു. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ആഴമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, മനുഷ്യൻ ഭയക്കുന്ന അവൻ്റെ ഏകാന്തതയിലൂടെ ശൂന്യതയിലൂടെ സ്നേഹം മാംസമായവൻ നടന്നുപോയി. മരണത്തെ എല്ലാവർക്കും ഭയമാണെങ്കിൽ ആ മരണത്തിൻ്റെ പാനപാത്രം കർത്താവ് യേശു മിശിഹ കുടിച്ചു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ അവൻ നടന്നു. പാതാളം അന്ധകാരത്തിൻ്റെ സ്ഥലമാണെങ്കിൽ, ഒരു ശബ്ദവും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ, അവിടെ പ്രകാശമായവൻ കടന്നു വന്നു. അതോടെ അന്ധകാരമില്ലാതായി. യേശുക്രിസ്തുവിൻ്റെ പാതാള പ്രവേശനത്തിലൂടെ മരണവും പാതാളവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മരണത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ജീവനുണ്ട്. അവൻ അന്ധകാരത്തെ പ്രകാശം കൊണ്ടും ഏകാന്തതയും ശൂന്യതയും സ്നേഹം കൊണ്ടും നിശബ്ദതയെ ശബ്ദം കൊണ്ടും ഇല്ലാതാക്കിയിരിക്കുന്നു. മൃതിയെ കൊന്നു തകർത്ത പാതാളത്തിൻ വാതിൽ എന്ന കെംദ പ്രഭാത പ്രാർത്ഥനയിൽ നാം പാടുന്നു. ആദത്തിൻ്റെ പാപം മൂലം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ച് മരണമടഞ്ഞ എല്ലാ പരേതരെയും പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷകൻ മോചിപ്പിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ പാതാള പ്രവേശനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പാതാളത്തിൻ്റെ കവാടങ്ങൾ ഇനി തുറക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നു. അതുകൊണ്ട് മരണ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നു. മൂന്നാമതായി, മരണശേഷം യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നും പാതാളവാസികളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നും 1 പത്രോസ് 4:6 വാക്യത്തിൽ നാം കാണുന്നു. മൃതരുടെ വാസസ്ഥലം എന്ന് വിശ്വസിച്ചിരുന്ന പാതാളത്തിൽ മൃതനായ യേശു ക്രിസ്തു ഇറങ്ങി എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ആദം മുതൽ യേശു ക്രിസ്തുവിന് മുമ്പ് മരിച്ച എല്ലാ വ്യക്തികൾക്കും അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം ത്രിയേക ദൈവമാണ്. യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. പുനരുത്ഥാനം എന്ന സത്യം അതും പാതാളവാസികൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ പ്രാണനെ അവിടുന്ന് പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കും എന്ന സങ്കീർത്തനം 49:15 ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പുനരുത്ഥാനവും ജീവനും താനാണ് എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ വചനം പാതാളത്തിൽ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലായിരുന്നവർക്ക്, അതായത് രക്ഷകനെ കാത്ത് കഴിഞ്ഞ നീതിമാന്മാർക്ക് വലിയ സദ്വാർത്തയായിരുന്നു. അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ തങ്ങളുടെ രക്ഷകനെ കാത്തിരുന്ന ആത്മാക്കളെ അവിടുന്ന് വിമുക്തരാക്കുകയും ചെയ്തു.
അത് 1 പത്രോസ് 3:18-19 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ദുഃഖശനിയാഴ്ച 6-ാം മണിയുടെ സെതറ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിൻ്റെ പാതാള പ്രവേശനത്തെ സുവിശേഷത്തിന് ശനിയാഴ്ച എന്നാണ് വിശേഷിപ്പിക്കുക. കെംദയുടെ ഞായർ സന്ധ്യ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങുന്ന ഈ രംഗം 1-ാമത്തെ ആദവും 2-ാമത്തെ ആദമായ ക്രിസ്തു തമ്മിലുള്ളൊരു കണ്ടുമുട്ടലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ നാം ഇപ്രകാരം പാടുന്നു: നാഥൻ മൃതരിടയിലുറപ്പിച്ചാദത്തെ. ആ പാട്ടിൽ നമ്മൾ കാണുന്നത് 2-ാമത്തെ ആദമായ ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദം തൻ്റെ രക്ഷകനെ കണ്ട്, തൻ്റെ സ്രഷ്ടാവിനെ കണ്ട് വണങ്ങുകയാണ്. എന്നെ സൃഷ്ടിച്ച കർത്താവെ, നീ എന്താ ഇവിടെ എന്ന് ആദം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, സ്വർഗത്തിൻ്റെ അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ മക്കളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആദം കർത്താവിൻ്റെ കരങ്ങളെ ശ്രദ്ധിക്കുന്നത്. എന്താ കർത്താവ് ഈ മുറിവുകൾ? അപ്പോൾ കർത്താവ് പറയുന്നു, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി. ഇത് കേൾക്കുമ്പോൾ ആദത്തിനേറെ സങ്കടമാണ്. അങ്ങനെ ആദം കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നു, കരയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ, നിന്റെ പാപമെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്നോട് ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു തൻ്റെ മരണം കൊണ്ടും പാതാള പ്രവേശനം കൊണ്ടും മരണത്തെ ഇല്ലാതാക്കി തനിക്ക് മുമ്പ് ജീവിച്ച എല്ലാ നീതിമാന്മാരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ച, അഹങ്കാരത്തിലും മാരക പാപത്തിലും ജീവിച്ച വ്യക്തികൾ, അവർ ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ശൂന്യതയിലും ഏകാന്തതയിലും തന്നെ കഴിയുകയാണ്. ഹെബ്രായർ 2:14-15 നാം വായിക്കുന്നത് പോലെ, ഇനിമേൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങണം. വെളിപാട് 1:18 ഫിലിപ്പി 2:10 നാം വായിക്കുന്നു. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ചിൻ്റെ 635-ാമത്തെ ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ മരണം വരെ സ്വർഗത്തിൻ്റെ അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കപ്പെട്ടിരുന്നില്ല. കർത്താവ് തൻ്റെ കുരിശ് മരണത്തിലൂടെ സ്വർഗത്തിൻ്റെ അടയ്ക്കപ്പെട്ട വാതിൽ തുറന്ന് നീതിമാന്മാരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നു. ഈ സത്യം നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ എങ്ങനെ മനസ്സിലാക്കണം? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. 1 കൊരിന്തോസ് 15:14 വാക്യം. തുടർന്ന് അദ്ദേഹം പറയുന്നു, മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം മനുഷ്യരുടെ ഉയർപ്പിൻ്റെ അടിസ്ഥാനവും ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവുമാണ്. തുടക്കത്തിൽ നമ്മൾ ഗ്രീക്ക് ദർശനം ശ്രദ്ധിച്ചു. അവിടെ ശരീരം ആത്മാവാകുന്ന പക്ഷിയുടെ വെറും കൂടാണ്. ജ്ഞാനവാദ ചിന്ത പ്രകാരം ശരീരം തിന്മയുടെ ഹേതുവാണ്. ഭൗതികവാദികളുടെ മറ്റീരിയലിസ്റ്റിക് ആളുകളുടെ ദൃഷ്ടിയിൽ അത് വെറും ഭൗതിക വസ്തു മാത്രമാണ്, മനുഷ്യനിൽ ആത്മാവില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥപ്രകാരം മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് നല്ലതാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പൗലോസ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. റോമ 12:1. ക്രൈസ്തവ ദർശനം എന്താണ്? ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യമാണ് മനുഷ്യൻ. ആത്മാവ് കൂടാതെ ശരീരം നിർജീവമാണെങ്കിൽ ശരീരം കൂടാതെ ആത്മാവിനും ലോകത്തോടും മനുഷ്യരോടും ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ആന്തരികമായ ഭാവമാണ് ആത്മാവെങ്കിൽ മനുഷ്യൻ്റെ ബാഹ്യമായ ഭാവമാണ് ശരീരം. മനുഷ്യൻ ശരീരവും ആത്മാവുമാണ്. ഇവ മനുഷ്യൻ്റെ 2 ഭാഗങ്ങളായി കാണുന്ന ദർശനം ക്രൈസ്തവമല്ല. ഗ്രീക്ക് ഫിലോസഫിയിലാണ് നമ്മളത് കാണുക. പക്ഷെ അത് ക്രൈസ്തവ ദർശനമല്ല. മനുഷ്യൻ ഒന്നാണ്, പക്ഷെ മരണം ശരീരത്തെയും ആത്മാവിനെയും വേർപെടുത്തുകയാണ്.
ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ വേർപെടലാണ് മരണം. അതുകൊണ്ട് മനുഷ്യൻ്റെ തകർച്ചയാണ് മരണം. എന്താണ് യേശുക്രിസ്തുവിന് പുനരുത്ഥാനം നൽകുന്ന പ്രത്യാശ? മരണത്തിൽ ശരീരവും ആത്മാവും വേർപെടുന്നുവെങ്കിൽ ശരീരം മഹിമ പ്രാപിച്ച് വീണ്ടും ആത്മാവിനോട് ഐക്യപ്പെടുന്നു എന്നതാണ് പുനരുത്ഥാനമാകുന്ന സത്യം. അങ്ങനെ ആത്മീയ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പുനരൈക്യമാണ് പുനരുത്ഥാനം. പുനരുത്ഥാനത്തിലൂടെ ക്രിസ്തു മരണത്തെ അതിജീവിക്കുകയും മരണത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. മരണം അവസാന വാക്കല്ല, ഇനി നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോകൽ മാത്രമാണ്. അതുകൊണ്ട് ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല. കർത്താവ് മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിൽ ശരീരവും ആത്മാവും വേർപെട്ടാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പുനരുത്ഥാനത്തിൽ മരണത്തെ പരാജയപ്പെടുത്തുന്നു. അഴുകിപ്പോകുന്ന ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെടും. ആത്മാവിനോട് വീണ്ടും ഐക്യപ്പെട്ട് പുനരുത്ഥാനത്തിൻ്റെ ആനന്ദത്തിൽ പ്രവേശിക്കും. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ചരിത്രപരവും യുഗാന്ത്യപരവുമായ 2 മാനങ്ങളാണുള്ളത്. ചരിത്രത്തിൽ യേശുക്രിസ്തുവിന് സംഭവിച്ചത് യുഗാന്ത്യത്തിൽ ഓരോ വിശ്വാസിക്കും സംഭവിക്കും. പുനരുത്ഥാനം 2 തരത്തിലുള്ളതാണ്. 1 ജീവന് വേണ്ടിയുള്ള ഉത്ഥാനം, 2 ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള ഉത്ഥാനം. യോഹന്നാൻ 6:54 കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അതുപോലെ തന്നെ മാരക പാപം ചെയ്ത ദുഷ്ടന്മാരും ഉയർപ്പിക്കപ്പെടും. പക്ഷെ അവരുടെ ഉയർപ്പ് ശിക്ഷാവിധിക്കുള്ള ഉയർപ്പാണ്. കർത്താവിൻ്റെ 2ാം വരവിലാണ് മനുഷ്യരുടെ പുനരുത്ഥാനം സംഭവിക്കുക. അതായത് ആദം തുടങ്ങി എല്ലാ മനുഷ്യരും അവരുടെ ശരീരത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ശരീരത്തിൻ്റെ ഉത്ഥാനം സാധ്യമാണോ എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കും. ശരീരങ്ങളെ ഉയർപ്പിച്ച് മഹത്വീകൃതമായ ശരീരമായി രൂപാന്തരീകരിക്കാൻ സാധിക്കും. മരണം ഒരു തിന്മയാണെങ്കിൽ ദൈവത്തിന് കീഴടക്കാനാവാത്ത ഒരു തിന്മയുമില്ല എന്ന യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും നമ്മുടെ സംഭവിക്കാനിരിക്കുന്ന പുനരുത്ഥാനവും വ്യക്തമാക്കുന്നു. യേശു ക്രിസ്തുവിനെ പോലെ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടണം എന്ന റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്. കുരിശിൽ വെച്ച് തൻ്റെ അന്ത്യനേരത്ത് പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ ആ സമർപ്പണമാണ് മരണനേരത്ത് നടത്തേണ്ടത്. യേശു ക്രിസ്തുവിനെ പോലെ മരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ പോലെ ഉത്ഥാനം ചെയ്യും. യോഹന്നാൻ 14:19 കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഇത്രയും നേരം നമ്മൾ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് മരണാനന്തര ജീവിതത്തെ കാണുന്നത്, പാതാളം എന്ന സങ്കല്പത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു പാതാളത്തിൽ ഇറങ്ങി എന്ന വിശ്വാസ പ്രമാണത്തിലെ ആ പ്രയോഗത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും നമ്മുടെ പുനരുത്ഥാനം തമ്മിലുള്ള ബന്ധം എന്താണ്, അതെല്ലാം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു. ഇനി നാം മനസ്സിലാക്കേണ്ടത് മരണശേഷം ഉടനെ എന്ത് സംഭവിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 27-ഉം 28 വാക്യങ്ങളിൽ നാം കാണുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണം എന്താണ്? ശരീരവും ആത്മാവും വേർപെടുന്നതാണ് മരണം. എങ്കിൽ മരണശേഷം ശരീരത്തെ 6 അടി മണ്ണിൽ സംസ്കരിക്കുന്നു. ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ആത്മാവ് മരണശേഷം ഉടനെ വിധിക്കപ്പെടുകയാണ്. ഇതാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുക. മരിക്കുന്ന നിമിഷത്തിൽ തന്നെ നടക്കുന്ന ഈ വിധിയെ പറയുന്ന പേരാണ് തനത് വിധി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. യുഗാന്ത്യത്തിൽ കർത്താവിൻ്റെ 2ാം വരവിൽ സംഭവിക്കാനിരിക്കുന്ന വിധിയെ പറയുന്ന പേര് പൊതുവിധി, ജനറൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ജഡ്ജ്മെന്റ് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം,
രണ്ട് വ്യത്യസ്തമായ വിധികളാണോ ഉള്ളത്, തനത് വിധിയും പൊതുവിധിയും? ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മരണശേഷം നടക്കാനിരിക്കുന്ന തനത് വിധിയെക്കുറിച്ചും യുഗാന്ത്യത്തിൽ നടക്കാനിരിക്കുന്ന പൊതുവിധിയെക്കുറിച്ചും 1274 ഗ്രിഗറി 10 മാർപ്പാപ്പ രണ്ടാം ലെയോൺസ് കൗൺസിലിൽ വ്യക്തമായി പഠിപ്പിച്ചു. ഇതുകൂടാതെ ബെനഡിക്റ്റ് 12 മാർപ്പാപ്പ ബെനഡിക്തൂസ് ദേവൂസ് എന്ന പ്രമാണരേഖയിലൂടെ 1336 തനത് വിധിയെക്കുറിച്ച് പൊതുവിധിയെക്കുറിച്ചും നല്ലൊരു പ്രബോധനം നൽകി. 1439 ഫ്ലോറൻസ് കൗൺസിലിലും 1962 മുതൽ 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ സുനദോസും ഈ പ്രബോധനത്തെ വീണ്ടും വളരെ വ്യക്തതയോടുകൂടി പഠിപ്പിച്ചു. തനത് വിധിയെയും പൊതുവിധിയെയും ഒരേ ഒരു വിധിയുടെ രണ്ട് മാനങ്ങളായി, രണ്ട് ഡയമെൻഷൻസായി വേണം മനസ്സിലാക്കുവാൻ. ഒന്നാമതായി, മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് കർത്താവിനെ ദർശിക്കുകയാണ്. ജീവിതകാലത്തെ എല്ലാ പ്രവൃത്തികൾക്കും, വാക്കുകൾക്കും, ചിന്തകൾക്കും, ചെയ്തിട്ടുള്ള നന്മകൾക്കും, ചെയ്യാതെ പോയ നന്മകൾക്കും, തിന്മകൾക്കും ഒക്കെ കണക്ക് ബോധിപ്പിക്കുന്ന ആ വിധിക്ക് പറയുന്ന പേരാണ് തനത് വിധി. അത് തീർച്ചയായിട്ടും ബൈബിൾ അധിഷ്ഠിതം തന്നെയാണ്. 2 കൊരിന്തോസിന്റെ 5-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം എന്ന് നമുക്ക് കാണാം. ലൂക്ക 23:43 വലതുവശത്തായിരിക്കുന്ന കള്ളനോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. പ്രൊട്ടസ്റ്റന്റ് സഭകൾ, പെന്തക്കോസ്ത് സമൂഹവും തനത് വിധിയെ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുക്രിസ്തു വലത്തുവശത്തായിരുന്ന കള്ളനോട് മരണനേരത്ത് നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കുമെന്നാണ് അരുളി ചെയ്തത്. അതായത് ഇപ്പോൾ ശാന്തമായി ഉറങ്ങുക, അന്ത്യവിധിയുടെ സമയത്താണ് നീ എന്നോടുകൂടി പർദീസയിൽ വരേണ്ടത് എന്നല്ല പറഞ്ഞത്. ഇതുകൂടാതെ നാം നേരത്തെ കണ്ടതുപോലെ ലൂക്ക 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് യേശുമിശിഹ തന്നെയാണ് ധനവാന്റെയും ലാസറിന്റെ ഉപമ പഠിപ്പിച്ചത്. അവിടെ മരണശേഷം ഉടനെ ഒരു വിധി നടക്കുകയാണ്. ധനവാനും ലാസറും നിദ്രയിലേക്ക് പോവുകയല്ല, അവരവിടെ സംസാരിക്കുകയാണ്. മരണശേഷം അബ്രാഹവും ധനവാൻ തമ്മിലുള്ള സംഭാഷണം നമുക്കവിടെ കേൾക്കാം. ധനവാൻ അബ്രാഹത്തോട് അപേക്ഷിക്കുകയാണ്, ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയച്ച് എൻ്റെ സഹോദരങ്ങളോട് സാക്ഷ്യം നൽകുവാൻ പറയുക. അതിൽ നിന്ന് വ്യക്തമാണ് ഇത് അന്ത്യവിധിയല്ല, ഇവിടെ തനത് വിധിയെക്കുറിച്ചുള്ള സൂചനയാണ്. കാരണം ധനവാന്റെ സഹോദരങ്ങൾ അന്നേരം ജീവിച്ചിരിപ്പുണ്ട്, ലോകാവസാനം സംഭവിച്ചിട്ടില്ല. മരണശേഷം ഉടനെ ഇവരുടെ വിധി നടക്കുകയാണ്. ധനവാൻ അവിടെ ശിക്ഷ അനുഭവിക്കുകയാണ്. ലാസർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ ആശ്വാസത്തിലായിരിക്കുകയാണ്. ഇതാണ് തനത് വിധി. ആരാണ് വിധിക്കുന്നത്? യോഹന്നാൻ 5:22 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിതാവ് വിധികളെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് യേശുക്രിസ്തു സ്വയം പറയുക. വിധിക്കുന്നത് കർത്താവായ യേശുമിശിഹയാണ്. മരണത്തോടു കൂടെ തന്നെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. താൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ മരണനേരം വരെ ചെയ്തു പോയിട്ടുള്ള സകല കാര്യങ്ങൾക്കും, സകല ചിന്തകൾക്കും, വാക്കുകൾക്കും കർത്താവിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമാണ്. അതായത് തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനുള്ള നിമിഷമാണ്. യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ സ്വന്തം ജീവിതത്തെ ഒന്ന് കാണുവാനും, താൻ എപ്രകാരമാണ് ജീവിച്ചത്, താൻ എന്താണ് അർഹിക്കുന്നത്, അതെല്ലാം ആത്മാവ് സ്വയം തിരിച്ചറിയുകയാണ്. യേശുക്രിസ്തു ഈ ആത്മാവിനെ വിധിക്കുന്നു എന്ന് പറയുന്നതും ആത്മാവ് സ്വയം വിധിക്കുന്നു എന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. കാരണം അവിടെ ആത്മാവ് ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. ഈ തനത് വിധിക്ക് ശേഷം ഉടനെ ആത്മാവ് ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. വിധിക്കുന്നത് കർത്താവായതുകൊണ്ട് സർവജ്ഞനായ കർത്താവ്, നീതിമാനായ കർത്താവ് ഒരിക്കലും തെറ്റ് വരുത്തുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വിധി എന്നേക്കും നിലനിൽക്കുന്ന വിധിയാണ്. ഈ വിധിയെ ആത്മാവ് പൂർണ്ണമായിട്ട് അംഗീകരിക്കും. ഇപ്പം തനത് വിധിക്ക് ശേഷം ഉടനെ തന്നെ ആത്മാവ് ഒന്നെങ്കിൽ സ്വർഗ സൗഭാഗ്യം സ്വീകരിക്കുകയാണ്,
അല്ല എങ്കിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. അല്ലാതെ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ, പൊതുവിധി വരെ കാത്തു നിൽക്കുകയല്ല. അപ്പോൾ മരണശേഷം രണ്ടവസ്ഥയേ ഉള്ളൂ. ഒന്നെങ്കിൽ സ്വർഗം, അല്ല എങ്കിൽ നരകം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കും, സ്വർഗം ഒന്നെങ്കിൽ നേരിട്ട്, അല്ല എങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി ആത്മാവ് സ്വർഗ സൗഭാഗ്യത്തിന് അർഹത നേടുന്നു. ഇനി എന്താണ് പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി? തനത് വിധിയിൽ ഒരു ആത്മാവ് നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അന്ത്യവിധിയിൽ നരകത്തിൽ നിന്ന് ഈ ആത്മാവിന് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുമോ? അന്ത്യവിധി തനത് വിധിയിൽ നിന്ന് വ്യത്യസ്തമായ വിധിയാണോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ അലട്ടാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കത്തോലിക്ക സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, ഈ രണ്ടിനെയും വ്യത്യസ്തമായ വിധികളായിട്ടല്ല നമ്മൾ കാണേണ്ടത്. കാലത്തിന് അതീതനായ ദൈവം എന്ത് വിധി പ്രസ്താവിച്ചാലും അതെന്നേക്കും നിലനിൽക്കുന്ന വിധിയാണ്. തനത് വിധിയുടെ ഫലമായി ലഭിക്കുന്ന അവസ്ഥ അത് അന്ത്യവിധിയിൽ മാറ്റപ്പെടുകയല്ല. അത് ധനവാന്റെ ലാസറുടെ ഉപമയിലും വ്യക്തമാണ്. ശിക്ഷ അനുഭവിക്കുന്ന ധനവാന് അവിടെ നിന്ന് അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക് വരാൻ സാധിക്കുകയില്ല. കാരണം രണ്ടവസ്ഥകൾ തമ്മിൽ വലിയ ഗർത്തമാണുള്ളത്. അപ്പം തനത് വിധിയും പൊതുവിധി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമുക്ക് ശ്രദ്ധിക്കാം. പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി സംഭവിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവോടു കൂടിയാണ്. അവിടെ മരിച്ചവരെല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നു. നന്മ ചെയ്യുന്നവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്യുന്നവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി ഉയർപ്പിക്കപ്പെടുന്നു എന്ന് യോഹന്നാൻ 5:29 നാം കാണുന്നു. മത്തായി 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലും നന്മ ചെയ്യുന്നവർ വലത്തുവശത്തും തിന്മ ചെയ്യുന്നവർ ഇടത്തുവശത്ത് അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാം. മനുഷ്യൻ ഒരേ സമയത്ത് ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ഒരു സാമൂഹിക ജീവിയാണ്, സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അത് മറ്റ് മനുഷ്യരെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ബാധിക്കുന്നുണ്ട്, സഭയിലുള്ളവരെ ബാധിക്കുന്നുണ്ട്, സമൂഹത്തിലുള്ളവരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ നന്മയോ തിന്മയോ എപ്രകാരമാണ് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്, അത് കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന നിമിഷമാണ് അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി. അവിടെ സകല മനുഷ്യരുടെ മുമ്പാകെ ഒരു വ്യക്തിയുടെ ജീവിതം തുറന്നു വയ്ക്കപ്പെടുകയാണ്. തനത് വിധിയിൽ കർത്താവും ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ഒരു രഹസ്യമായ വിധി പരസ്യമാകുന്ന നിമിഷമാണ് അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി. അത് തീർച്ചയായും നീതിയുക്തമാണ്. കാരണം പല മനുഷ്യരും ജീവിച്ചിരിക്കുമ്പോൾ നീതി ലഭിക്കാതെ മരിച്ചു പോയിട്ടുണ്ട്. പല ദുഷ്ടരായ വ്യക്തികൾ അവർ അർഹിച്ച ശിക്ഷ ലഭിക്കാതെ അവരും കടന്നു പോയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നീതിമാനായ ദൈവത്തിന് നീതി നടപ്പാക്കിയേ മതിയാകും. അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അനുസൃതമായ പ്രതിഫലവും, തിന്മ ചെയ്യുന്നവർക്ക് ദുഷ്ടർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷയും അത് പരസ്യമായി നൽകപ്പെടുന്ന ഒരു സമയമാണ് അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി. തനത് വിധിയിൽ എന്ത് വിധി നടന്നുവോ ആ വിധി തന്നെയാണ് അന്ത്യവിധിയിലും പരസ്യമാക്കപ്പെടുക. പിന്നെന്താണ് വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. തനത് വിധി സമയത്ത് ആത്മാവ് മാത്രമാണ് വിധി നേടുക എങ്കിൽ അന്ത്യവിധിയുടെ സമയത്ത് ഉയർപ്പിക്കപ്പെട്ട ശരീരവും ആത്മാവും വീണ്ടും യോജിച്ച് സമഗ്രമായ മനുഷ്യൻ എന്ന നിലയിലാണ് ഈ വിധി സ്വീകരിക്കുക. അതും പരസ്യമായി ഒരു വ്യക്തി വാസ്തവത്തിൽ ആരാണ് എന്ന എല്ലാവരുടെ മുമ്പാകെ വെളിവാക്കപ്പെടുന്ന ഒരു നിമിഷമാണത്. ഇത് പല വ്യക്തികളിൽ ഒരു പക്ഷേ ഭയം ജനിപ്പിക്കാം. കാരണം ഇത് വളരെ ലജ്ജാകരമായ കാര്യമായിരിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം രഹസ്യമായി അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചിന്തകളും എല്ലാവരുടെ മുമ്പാകെ പരസ്യമായി അനാവരണം ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഭൂമിയിലായിരിക്കുമ്പോൾ തെറ്റുകളെയും പാപങ്ങളെയും കുറിച്ച് മനസ്തപിച്ച് അനുതാപത്തോടു കൂടെ നുറുങ്ങിയ ഹൃദയത്തോടു കൂടെ വിശുദ്ധ കുമ്പസാരത്തിൽ പാപമോചനവും ദൈവകൃപയും സ്വീകരിച്ച വ്യക്തികളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുക മാത്രമല്ല അവ മറക്കുകയും ചെയ്യുകയാണ്. ഹെബ്രായർ 10:17 നാം വായിക്കുന്നു,
അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. അങ്ങനെ കർത്താവ് പാപം മോചിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതൊന്നും അവിടെ പരസ്യപ്പെടുത്തുകയില്ല എന്നത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയും. പൊതുവിധി ഒരു സാർവത്രികമായ വിധിയാണ്. കർത്താവിന് മുമ്പാകെ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാവരും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി വിധിക്കപ്പെടുകയും ചെയ്യും. എല്ലാ ജനതകളും കർത്താവായ യേശു മിശിഹായെ ദൈവമായി മഹത്വത്തിൽ കാണുന്ന ഒരു നിമിഷം കൂടിയാണ് അന്ത്യവിധിയുടെ നിമിഷം. മത്തായി 13:24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഗോതമ്പിൻ്റെയും കളകളുടെയും ഉപമ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൊയ്ത്ത് കാലം വരെ കളയും വിളയും ഒന്നിച്ച് വളരാൻ യജമാനൻ അനുവദിക്കുന്നു. എന്നാൽ വിധി ദിനത്തിൽ കതിരും പതിരും വേർതിരിക്കപ്പെടും. ഇത് തന്നെയാണ് അന്ത്യവിധിയുടെ സമയത്ത് സംഭവിക്കുക. ഇനി വിധിയെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും പ്രത്യാശയെക്കാളുപരി ഒരുപക്ഷെ ഭയമാണ് നമ്മിൽ ജനിപ്പിക്കുക. എന്നാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രത്യാശയിൽ രക്ഷ, അതായത് സ്പേ സാൽവി എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: വിധിയിലുള്ള വിശ്വാസം പ്രഥമവും പ്രധാനവുമായ പ്രത്യാശയുടേതാണെന്ന് നമുക്ക് വിശ്വസിക്കണം. കാരണം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് അന്ത്യവിധി ഉത്കടമായ ആനന്ദത്തിൻ്റെയും പ്രതീക്ഷയുടെയും പൂർണ്ണതയുടെയും നിമിഷമായിരിക്കും. അത് സത്യത്തിൻ്റെയും വിജയത്തിൻ്റെയും നിമിഷമായിരിക്കും. നീതിമാൻ സത്യത്തിൻ്റെ ഈ നിമിഷത്തെ ഭയക്കുന്നില്ല. ഭയം ശിക്ഷാവിധിയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല എന്നാണ് 1 യോഹന്നാൻ 4:18 നമുക്ക് കാണാൻ കഴിയുക. കർത്താവിനെ സ്നേഹിക്കുന്നവൻ, വിശ്വസ്തയോടെ ജീവിക്കുന്നവൻ, അവൻ വിധിയെ ഭയപ്പെടേണ്ടതില്ല. അത് ആ വ്യക്തിക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ്, വിജയത്തിൻ്റെ നിമിഷമാണ്. എന്നാൽ ദൈവനിഷേധത്തിലൂടെ മാത്രം ജീവിക്കുകയും സഹോദരങ്ങളെ അവഗണിക്കുകയും തിന്മകൾ പ്രവർത്തിക്കുകയും മാരക പാപത്തിൽ അനുദപിക്കാതെ ജീവിച്ച് മരണമടയുന്ന വ്യക്തികൾ, അവർ ഒന്നോർക്കുക, കർത്താവിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട നിമിഷം, സകല ജനതകളുടെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നിമിഷം സമാഗതമാകും. മരണത്തിന് ശേഷം മാനസാന്തരം സാധ്യമല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിന്മകളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം സ്വീകരിച്ച് ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിക്കുവാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മൾ വിധിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു, ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്. തനത് വിധിയും പൊതുവിധിയും ഒരേ ഒരു വിധിയുടെ 2 വ്യത്യസ്ത മാനങ്ങളാണ്. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നാൽ അവ തമ്മിൽ ചില വ്യത്യാസമുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇനി തനത് വിധിക്ക് ശേഷം എന്താണ് സംഭവിക്കുക? തനത് വിധിക്ക് ശേഷം 2 സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പതിക്കും. സ്വർഗത്തിൽ ഒന്നെങ്കിൽ നേരിട്ട് പോകും, അല്ല എങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും. ഏറ്റവും ആദ്യം നമുക്ക് സ്വർഗം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കില്ല എന്ന് നാം വായിക്കുന്നു. അതിലൂടെ പഴയ നിയമകാലത്തിൻ്റെ അവസാനത്തോടെ തന്നെ നീതിമാന്മാർ ദൈവകരങ്ങളിൽ വിശ്രമിക്കും എന്നൊരു ചിന്ത പ്രബലപ്പെട്ടു. ഈ നിത്യവിശ്രമത്തെയാണ് സ്വർഗം എന്ന് വിളിക്കുക. സ്വർഗം ആകാശത്തിനുപരിയായ ഒരു സ്ഥലമൊന്നുമല്ല, മറിച്ച് സ്വർഗം ദൈവം തന്നെയാണ്. ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. 1 തെസ്സലോനിക്ക 4:16-17 വാക്യങ്ങളിൽ നാം കർത്താവിനോട് കൂടി ആയിരിക്കും എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഈ അവസ്ഥയാണ് സ്വർഗം. കാരണം ദൈവം സ്വയം സ്വർഗമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, ദൈവത്തിലായിരിക്കുന്നതാണ് സ്വർഗം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നു. കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത ഈ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും
പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ പാരമ്പര്യത്തിലൂടെയും പ്രബോധനത്തിലൂടെയും ഈ സത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായി നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായി നിത്യജീവൻ. സ്വർഗത്തെ നിത്യജീവൻ എന്ന പദം കൊണ്ടും വിശേഷിപ്പിക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പദമാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. തൻ്റെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ 2 തരത്തിലുള്ള ജീവനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ജൈവിക ജീവൻ, അതായത് ബിയോസ്. ജൈവികമായ ജീവൻ ചെടികൾക്കുമുണ്ട്, പൂക്കൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യർക്കുമുണ്ട്. അത് ബിയോസ്, ബയോളജിക്കൽ ലൈഫ്. എന്നാൽ നിത്യജീവനെ സൂചിപ്പിക്കുവാൻ, യഥാർത്ഥ ജീവനെ സൂചിപ്പിക്കുവാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന പദം സോയെ എന്നാണ്. യോഹന്നാൻ 11:25 മാർത്തയോട് കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ ജീവനാണ് നിത്യജീവൻ. യോഹന്നാൻ 5:24 എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്, അതായത് സോയെ ഉണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ, കർത്താവിൽ വിശ്വസിക്കുന്നവർ, വിശുദ്ധിയിലും സഹോദര സ്നേഹത്തിലൂടെയും ജീവിക്കുന്നവർ, അവർ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ അല്ലെങ്കിൽ സോയെ അനുഭവിക്കുകയാണ്. കാരണം എന്താണ് സോയെ? വിശ്വാസത്തിലൂടെ ദൈവമായി ഒരു സംസർഗം അല്ലെങ്കിൽ അഭേദ്യമായ ബന്ധമുണ്ടാകുന്നു, കമ്മ്യൂണിയൻ ഉണ്ടാകുന്നു. അതുതന്നെയാണ് നിത്യജീവൻ. അങ്ങനെയെങ്കിൽ ശാരീരികമായി എല്ലാ മനുഷ്യരും മരിക്കും, ബിയോസ്, ബയോളജിക്കൽ ലൈഫ് എല്ലാവരുടെയും ഇല്ലാതാകും. എന്നാൽ ശാരീരികമായി നാം മരിച്ചാലും നാം ജീവിക്കും. കാരണം നമ്മളിൽ സോയെ ഉണ്ട്, നിത്യജീവൻ ഉണ്ട്. ദൈവവുമായുള്ള ഈ സംസർഗവും സ്നേഹബന്ധവും ശാരീരികമായ മരണത്തിന് പോലും തകർക്കുവാനാവില്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, മരണത്തിന് പോലും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താനാവില്ല. എന്തുകൊണ്ടാണ് ഇതിനെ നിത്യജീവൻ എന്ന് വിളിക്കുന്നത്? ദൈവം മാത്രമാണ് നിത്യനായവൻ. നിത്യനും ജീവന്റെ ഉറവിടവുമായ ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വത്തെയാണ് നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് ഓൺ ലൈഫ്. ഭൂമിയിൽ വെച്ച് തന്നെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ ശാരീരികമായി നാം മരിച്ചാലും നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ സുഭദ്രമായിരിക്കും. അതുകൊണ്ട് മരണത്തിന് ശേഷം നിത്യജീവൻ ഉണ്ടോ? അത് മാത്രം നാം ചിന്തിച്ചാൽ പോരാ. മരണത്തിന് മുമ്പ് ജീവനുണ്ടോ? മരണത്തിന് മുമ്പ് തന്നെ നിത്യജീവൻ ആരംഭിക്കുകയാണ്. മരണം വരെ നാം കാത്തു നിൽക്കേണ്ടതില്ല. അത് വാസ്തവത്തിൽ മാമോദീസയിലൂടെ തന്നെ ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് പ്രവഹിക്കുകയാണ്. അപ്പോൾ നാം ജീവനുള്ളവരായി മാറുകയാണ്. ഈ ജീവൻ നഷ്ടപ്പെടുത്താതെ വേണം നാം ജീവിക്കുവാനും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാനും. രണ്ടാമതായി, സ്വർഗം എന്നത് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ദൈവം തന്നെയാണ് സ്വർഗം. ഭൗമിക ജീവിതത്തിൽ ദൈവ സംസർഗത്തിൽ ജീവിക്കുന്നവർ മരണശേഷവും ദൈവത്തോട് കൂടെ ആയിരിക്കും. അതാണ് സ്വർഗ സൗഭാഗ്യം. ഫിലിപ്പി 1:23 പൗലോസ് ശ്ലീഹ പറയുന്നു, എൻ്റെ ആഗ്രഹം മരിച്ച് കർത്താവിനോട് കൂടി ആയിരിക്കുക എന്നതാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. മൂന്നാമതായി, സ്വർഗത്തിലെ സൗഭാഗ്യം എന്താണ്? സ്വർഗത്തിലെ സൗഭാഗ്യം എന്നത് ദൈവദർശനമാണ്, ബെയാറ്റിഫിക് വിഷൻ. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിലും 1 യോഹന്നാൻ 3:1-2 വാക്യങ്ങളിലും മരണശേഷം ആത്മാവ് ദൈവത്തെ മുഖാഭിമുഖം കാണും. ഈ ഒരു സൗഭാഗ്യത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ബെയാറ്റിഫിക് വിഷൻ അല്ലെങ്കിൽ ദൈവദർശനം. മത്തായി 5:8 നാം കാണുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തെ മുഖാഭിമുഖം കാണുക, ദൈവമായിരിക്കുന്നത് പോലെ കാണുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, ദൈവം ത്രിയേക ദൈവമാണ്. ഒരു ദൈവം 3 ആളുകളുടെ കൂട്ടായ്മ എങ്ങനെയായിരിക്കുന്നുവോ ആ സത്യം,
ആത്മാവിന് മനസ്സിലാക്കാൻ കഴിയുന്ന നിമിഷമാണ് ദൈവദർശനം. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവെത്തുകയാണ്. സ്വർഗത്തിലെത്തിയതിന് ശേഷം ആത്മാവിന് ദൈവം നൽകുന്ന പ്രത്യേകമായ ജ്ഞാനം കൊണ്ടും വെളിച്ചം കൊണ്ടും കൃപ കൊണ്ടും മാത്രമാണ് ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ കാണാൻ ആത്മാവിന് കഴിയുക. ദൈവദർശനം, ദൈവത്തെ മുഖാഭിമുഖം കാണുക. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ദൈവം എൻ്റെ ആബ ആകുന്നു. യേശു ക്രിസ്തുവിൻ്റെ പിതാവ് ആബ എൻ്റെയും ആബയാകുന്നു. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് പോലെ ഞാനും പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നു. ഈ ഒരു സത്യം തിരിച്ചറിയുന്ന നിമിഷമാണ് സ്വർഗത്തിൻ്റെ സൗഭാഗ്യം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും റോമക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുമ്പോൾ നാം പിതാവായ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. പരിശുദ്ധാത്മാവിന് നിറവിലായിരിക്കുന്ന ഈ ആത്മാവ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ നോക്കി ആബ എന്ന് വിളിക്കുന്ന നിമിഷമാണ്. ഇതാണ് ദൈവദർശനത്തിൻ്റെ കാതൽ. അവിടെ ആത്മാവ് തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. യോഹന്നാൻ 17:23 കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മെയും സ്നേഹിക്കുന്നു. ഈ ഒരു സത്യം തിരിച്ചറിയുന്ന നിമിഷമാണ് സ്വർഗത്തിലെ ഈ ദൈവദർശനം. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് അറിയാനുള്ളത്? ദൈവം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. ഈ ഒരു അറിവ് ആത്മാവിന് നൽകുന്ന പരമമായ ആനന്ദമാണ് സ്വർഗത്തിൻ്റെ ആനന്ദം. അപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വ്യർത്ഥത, ഭൗമികമായ ബന്ധങ്ങളുടെയും വ്യർത്ഥതയും ആത്മാവ് തിരിച്ചറിയുന്നത്. ദൈവമാണ് എൻ്റെ ആബ, എൻ്റെ പപ്പ. ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു സ്നേഹം തിരിച്ചറിയുന്ന നിമിഷം. അപ്പോൾ ആത്മാവിന് വേറെ ഒന്നും വേണ്ട. ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും സെക്കൻഡറി ആയി പോകുന്ന നിമിഷം. 4-ാമതായി സ്വർഗത്തിലെ സൗഭാഗ്യം എന്നത് ദൈവമായി ഐക്യപ്പെടുക, ദൈവത്തിൽ വസിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്, ദൈവിക ജീവനിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയാണ്. അതാണ് 2 പത്രോസ് 1:4 വാക്യത്തിൽ നാം വായിക്കുക. ഹൈന്ദവ ദർശനത്തിലെ മോക്ഷ സങ്കല്പം നാം തുടക്കത്തിൽ കേട്ടിരുന്നു. ദൈവം ഒരു കടലാണെങ്കിൽ ആ കടലിൽ ഒരു തുള്ളിയെപ്പോലെ ആത്മാവ് ദൈവത്തിൽ ചെന്ന് ലയിക്കുന്നതാണ് മോക്ഷം. പക്ഷെ ക്രൈസ്തവ ദർശനം അനുസരിച്ച് വെള്ളത്തിൻ്റെ ഒരു തുള്ളി സമുദ്രത്തിൽ ലയിച്ച് സ്വയം ഇല്ലാതാകുന്നത് പോലെ ആത്മാവ് ദൈവത്തിൽ ലയിച്ച് ഇല്ലാതാകുന്നില്ല. കാരണം ആത്മാവിന് സ്വന്തം ഐഡൻറ്റിറ്റിയും ഓർമ്മയും എല്ലാം ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ ഉള്ളിൽ നിന്ന് അറിയുവാൻ, ആ സ്നേഹം മനസ്സിലാക്കുവാനും ആ സൗന്ദര്യം കാണുവാനും എനിക്ക് സാധിക്കണം. അതിൻ്റെ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ, ഓക്സിജൻ മാസ്കും സിലിണ്ടറും ധരിച്ച് ഒരു വ്യക്തി കടലിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്നത് പോലെയാണ്. അവിടെ ആ വ്യക്തി വെള്ളത്തിൽ ലയിച്ച് ഇല്ലാതാകുന്നില്ല, മറിച്ച് കടലിനെ ഉള്ളിൽ നിന്ന് അറിയുകയാണ്, ആ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കടലിൻ്റെ സൗന്ദര്യം മത്സ്യങ്ങളുടെയും കടലിലെ ജീവികളുടെയും സസ്യങ്ങളുടെയും ആ സൗന്ദര്യം ഉള്ളിൽ നിന്ന് കണ്ട് ആനന്ദ നിവൃത്തിയിലാകുന്നത് പോലെ ദൈവത്തെ ഉള്ളിൽ നിന്ന്, ദൈവത്തിൻ്റെ സൗന്ദര്യവും സത്യവും സ്നേഹവും ഒക്കെ ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു നിമിഷം. ഇതെല്ലാം കണ്ട് ആത്മാവ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ മഹത്വപ്പെടുന്നു. ഇനി നമുക്ക് നരകം എന്താണ്, നരകം സത്യമാണോ അതോ മിഥ്യയാണോ, ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിത്യജീവൻ ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യദാനമായതുകൊണ്ട് അത് നിരസിക്കാനുള്ള സ്വാതന്ത്ര്യവും സാധ്യതയും മനുഷ്യനുണ്ട്. ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല. ഗോഡ് റെസ്പെക്ട്സ് ഹ്യൂമൻ ഫ്രീഡം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് ബഹുമാനിക്കുന്നു.
നിയമാവർത്തനം 30:19 നാം വായിക്കുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നു, നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ജീവനും മരണവും ഉണ്ടെങ്കിൽ, അനുഗ്രഹവും ശാപവും ഉണ്ടെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. പക്ഷേ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് കൊണ്ട് അത് തിരഞ്ഞെടുക്കാനും തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി മനുഷ്യനാണുള്ളത്. രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ദൈവത്തെ നാം തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ച് ജീവിക്കുമ്പോൾ നാം സ്വർഗത്തിലായിരിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുവാനും മനുഷ്യന് സാധിക്കും. മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുമ്പോൾ, ദൈവത്തെ വേണ്ട എന്ന് വെക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്ന ആ അവസ്ഥ ഒരു ഭയാനകമായ ശൂന്യതയുടെയും ഏകാന്തതയുടെയും അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ്. ജീവൻ തന്നെയായ ദൈവത്തിൽ നിന്ന്, സ്നേഹം തന്നെയായ ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഈ അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് നരകം. സുവിശേഷങ്ങൾ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-41 നമുക്ക് കാണാം, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യമായ അഗ്നി, അതാണ് നരകം. ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയാണ്. അതുകൊണ്ട് സ്വർഗമുണ്ടെങ്കിൽ നരകവുമുണ്ട്. യേശുക്രിസ്തു പല തവണ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ഗെഹന്നായെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും നരകത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുവൻ പോലും നശിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ ഈ ഏകജാതനിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനിലുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. അവനിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർ, അവർ ശിക്ഷാവിധിക്ക് അർഹരാകുന്നു. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അന്ധകാരത്തെ സ്നേഹിക്കുന്നവരാണ് സ്വയം ശിക്ഷാവിധിയെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ദൈവത്തെ അറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല, അന്ധകാരത്തിൽ കഴിയുന്നു, ദൈവം നൽകുന്ന വിരുന്നിൽ നിന്ന് പുറത്താകുന്നു. അങ്ങനെയുള്ള പല സൂചനകളിലൂടെ പുതിയ നിയമത്തിൽ നരകത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു, നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. സെപ്പറേഷൻ ഫ്രോം ഗാഡ്. മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പം ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണമായ അകൽച്ചയാണ് നരകം. അത് നിത്യമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനെ നിത്യ നരകം എന്ന് വിളിക്കുന്നത്. ദൈവം ആരെയും നരകത്തിൽ വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്ന മനുഷ്യൻ മാരക പാപത്തിൽ അഹന്തയോടുകൂടെ തൻ്റെ അന്ത്യശ്വാസം വരെ മാനസാന്തരപ്പെടാതെ ജീവിക്കുമ്പോൾ അവൻ സ്വാഭാവികമായി എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് നരകം. അതുകൊണ്ടാണ് വെളിപാട് 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുന്നില്ല. ആരാണ് നരകശിക്ഷയ്ക്ക് അർഹരാവുക അല്ലെങ്കിൽ സ്വയം നരകം തിരഞ്ഞെടുക്കുക? മാരക പാപത്തിൽ അനുദപിക്കാതെ മരിക്കുന്ന വ്യക്തികൾ. എന്താണ് മാരക പാപം? പൂർണ്ണ അറിവോടും ബോധത്തോടെയും സമ്മതത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഘനമായ പാപമാണ് മാരക പാപം. അത് അബോർഷനാകാം, വ്യഭിചാരമാകാം, സാത്താൻ ആരാധനയാകാം, കൊലപാതകമാകാം. ചെയ്യുന്നത് പാപമാണെന്ന് പൂർണ്ണമായ അറിവുണ്ടായിട്ടും അത് തെറ്റാണെന്ന മനസാക്ഷിയുടെ സ്വരത്തെ അവഗണിച്ചുകൊണ്ടും പാപത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരുകയും ഒരിക്കലും അനുദപിക്കുവാനോ പാപമോചനം പ്രാപിക്കുവാനോ ആഗ്രഹിക്കാതെ അഹന്തയിൽ ജീവിക്കുന്ന, ഹൃദയ കഠിനമാക്കിയ ഈ അവസ്ഥയാണ് നരകത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ. ദൈവത്തെ നഷ്ടപ്പെടുത്തുക അത് ജീവനെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇത് ഭയാനകമായ അവസ്ഥയായതുകൊണ്ട് ഒരു വ്യക്തി പോലും നരകത്തിലെത്തരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുക. ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസാന ശ്വാസം വരെ ആ വ്യക്തിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്നേഹപിതാവായ ദൈവത്തെക്കുറിച്ചാണ് ലൂക്ക 15 യേശുക്രിസ്തു പഠിപ്പിക്കുക.
ധൂർത്തുപുത്രൻ്റെ ഉപമ. എന്നാൽ ഒരു വ്യക്തി നശിക്കുന്നത് കണ്ട് ദൈവം കൈയും കെട്ടിയിരിക്കുകയല്ല. അവൻ്റെ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായി വിട്ട് നിസ്സംഗനായി നിൽക്കുകയല്ല ദൈവം ചെയ്യുക. മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല വ്യക്തികളെയും ദൈവം അയച്ചുകൊണ്ടിരിക്കും. പല അവസ്ഥകളിലൂടെയും, ഒരുപക്ഷെ രോഗത്തിലൂടെയും, അപകടത്തിലൂടെയും, ജീവിത പങ്കാളിയിലൂടെയും, മക്കളിലൂടെയും, സഹനത്തിലൂടെയും, പല വഴികളിലൂടെ ദൈവം ഒരു വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ശ്രമിക്കും. തീരുമാനമെടുക്കേണ്ടത് വ്യക്തി തന്നെയാണ്. എല്ലാ വ്യക്തികൾക്കും രക്ഷയ്ക്ക് ആവശ്യമായുള്ള കൃപ കർത്താവ് നൽകുന്നുണ്ട്. പക്ഷെ അതിനെ നിരന്തരമായി അവഗണിക്കുമ്പോൾ ഒരു വ്യക്തി സ്വയം ദൈവത്തെ വേണ്ട എന്ന് വെക്കുകയാണ്. ഇതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുക. യേശുക്രിസ്തു ദൈവമാണെന്നും അവൻ പറയുന്നത് സത്യമാണ് എന്ന പൂർണ്ണമായി ബോധമുണ്ടായിട്ടും ഈ സത്യത്തെ മനഃപൂർവ്വം നിഷേധിക്കുക, അംഗീകരിക്കാതിരിക്കുക, ഈ സത്യത്തെ പുൽകാതിരിക്കുക, ഇതാണ് പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം. രണ്ടാമതായി, മാരക പാപത്തിൽ അനുദപിക്കാതെ ജീവിക്കുന്ന അവസ്ഥ, അനുദപിക്കാൻ കൂട്ടാക്കാതെ, കർത്താവിനോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കാതെ നിൽക്കുന്ന അവസ്ഥ. കർത്താവിന് എന്തുകൊണ്ടാണ് ഈ പാപം ക്ഷമിക്കാൻ സാധിക്കാത്തത്? കർത്താവിന് ഏത് പാപവും ക്ഷമിക്കാൻ ശക്തിയുമുണ്ട്, മനസ്സുമുണ്ട്. പക്ഷെ ഈ പാപം, പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം, ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയാനുള്ള കാരണം ഈ വ്യക്തിയിൽ പശ്ചാത്താപമില്ലാത്തത് കൊണ്ടാണ്. ഈ വ്യക്തി മാപ്പ് ചോദിക്കാത്തത് കൊണ്ടാണ്. എത്ര വലിയ പാപിയാണെങ്കിലും തൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുമ്പോൾ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. ആ വ്യക്തിയുടെ മരണനേരം വരെ കർത്താവ് കാത്തിരിക്കും. മരണസമയത്തും കർത്താവിലേക്ക് തിരിയാൻ ഒരു വ്യക്തി മനസ്സാകുന്നില്ല എങ്കിൽ ആ വ്യക്തി അധപ്പതിക്കുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നരകം. മരണത്തിന് ശേഷം മാനസാന്തരം സാധ്യമല്ല. ആത്മാവ് ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നത്, ആ അവസ്ഥ തന്നെയാണ് മരണശേഷം തുടരുക. ഒന്നെങ്കിൽ ദൈവത്തെ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ച് നിഷേധിക്കുന്ന അവസ്ഥ. രണ്ടിലേതെങ്കിലും ഒരു അവസ്ഥയിലാണ് ആത്മാവ് മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുക. നമുക്ക് രണ്ട് തരത്തിൽ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ നാം പാപത്തിന് മരിക്കുന്നു, അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്നു. either we die to sin or we die in sin. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പാപമോചനം സ്വീകരിക്കുന്നവർ, അവർ പാപത്തിന് മരിക്കുകയാണ്. രണ്ടാമതായി പാപത്തിൽ മരിക്കുക, അതായത് മാരക പാപത്തിൽ അനുദപിക്കാതെ മരിക്കുക, അവരാണ് നരകത്തിൽ പതിക്കുന്നവർ. പ്രശസ്ത ഗ്രന്ഥകാരനായ C.S. ലെവിസ് ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ. ഒരു കൂട്ടർ ദൈവമേ അവിടുത്തെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അവരാണ് സ്വർഗം തിരഞ്ഞെടുക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടരോട് ദൈവം പറയുന്നു, നിന്റെ ഹിതം ഭൂമിയിലെ പോലെ നരകത്തിലും നിറവേറട്ടെ. ഇനി എന്താണ് ശുദ്ധീകരണ സ്ഥലം? മരണശേഷം ആത്മാവിന് രണ്ട് അവസ്ഥയേ ഉള്ളൂ, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ശുദ്ധീകരണ സ്ഥലം മൂന്നാമത്തെ ഒരു അവസ്ഥയാണോ? ഒരിക്കലുമല്ല. ദൈവം സ്വർഗത്തിലേക്ക് സ്വീകരിക്കാനിരിക്കുന്ന ആത്മാക്കൾ മരണസമയത്ത് തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നു. അവരെയാണ് നാം വിശുദ്ധരെന്ന് വിളിക്കുക. എന്നാൽ മരണസമയത്ത് മാരക പാപത്തിൽ അനുതാപമില്ലാതെ കഴിയുന്ന അവസ്ഥയിലല്ല, എന്നാൽ സ്വർഗപ്രാപ്തിക്ക് ആവശ്യമായ വിശുദ്ധിയും സ്നേഹവും അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിച്ചിട്ടില്ലാത്ത ആത്മാക്കൾക്ക് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും വിശുദ്ധിയിലും വളരുവാൻ ദൈവം നൽകുന്ന ആ സമയത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. അതിലൂടെ ദൈവം ആത്മാക്കളെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒരുക്കുകയാണ്, പക്വത പ്രാപിക്കുവാൻ അവസരം നൽകുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും പരിശുദ്ധനാകാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലേവ്യർ 11:44 1 പത്രോസ് 1:16 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഹെബ്രായർ 12:14 വാക്യത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വെളിപാട് 22:14 വാക്യത്തിൽ നാം വായിക്കുന്നു, ജീവന്റെ വൃക്ഷത്തിന് മേൽ അവകാശം ലഭിക്കുവാൻ തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധമാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ വിശുദ്ധിയിൽ പൂർണ്ണത ആർജിക്കുക എന്നത് സ്വർഗപ്രാപ്തിക്ക് അനിവാര്യമായ കാര്യമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ അതിനുള്ള അവസരം കർത്താവ് നൽകുന്നുണ്ട്. പക്ഷെ അത് ഭൂമിയിൽ വെച്ച് പ്രയോജനപ്പെടുത്താതെ സഹനങ്ങളെ നിരന്തരമായി തിരസ്കരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, കൂടാതെ ലഘുപാപത്തിൽ മരിക്കുന്ന ആത്മാക്കൾ, അവർ വിശുദ്ധിയിൽ പക്വത ആർജിക്കുവാനും പൂർണ്ണത ആർജിക്കുവാനും ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആരാണ് ശുദ്ധീകരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി തന്നെയാണ് ഈ ഒരു ശുദ്ധീകരണം നടത്തുക. ഹെബ്രായർ 12:29 നാം കാണുന്നു, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 1 കൊരിന്തോസ് 3:15 നാം വായിക്കുന്നു, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. 1 പത്രോസ് 1:7 വാക്യത്തിലും അഗ്നിശോധനയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന അഗ്നിക്ക് മുമ്പാകെ ആത്മാവ് നിൽക്കുമ്പോൾ ആത്മാവിൻ്റെ മാലിന്യങ്ങളും അശുദ്ധിയും സാവകാശം അലിഞ്ഞ് ഇല്ലാതാകും. ഇതാണ് ശുദ്ധീകരണ പ്രക്രിയ. എന്നാൽ സ്വർഗപ്രാപ്തിക്ക് വിശുദ്ധി മാത്രം പോരാ. രണ്ടാമത്തെ കാര്യം ആഗ്രഹമാണ്. എൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹം, എൻ്റെ ആബ്ബായോട് കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹം, എൻ്റെ മണവാളനായ യേശു ക്രിസ്തുവിനോട്, എൻ്റെ പ്രിയനോട് കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹം. ഈ ഒരു ഡിസയർ, ആഗ്രഹം, അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളെക്കാൾ കൂടുതൽ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവത്തിനും എനിക്കുമിടയിൽ വേറെ ഒരു ബന്ധമോ വേറെ ഒരു അറ്റാച്ച്മെൻറ്റോ ഉണ്ടാകുവാൻ പാടില്ല. ദൈവത്തെക്കാൾ കൂടുതലായിട്ട് മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ ഒക്കെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് യോഗ്യനല്ല. ദൈവം ഒന്നാമത്തെ സ്നേഹവും ഒന്നാമത്തെ ഡിസയറായി മാറുമ്പോഴാണ് ഒരു ആത്മാവ് സ്വർഗത്തിന് അർഹത നേടുക. ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിൽ ആത്മാവ് പൂർണ്ണത നേടേണ്ടിയിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 4:17 വാക്യത്തിൽ നമുക്ക് കാണാം. സ്നേഹം ആത്മാവിൽ പൂർണ്ണത പ്രാപിക്കണം. അതിന് ദൈവം അനുവദിക്കുന്ന ഒരു കാലതാമസത്തിൻ്റെ പേരാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ സ്വർഗത്തിൻ്റെ ഉറപ്പ് നേടിയവരാണ്. അവിടെ നിന്ന് അവർ നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. സ്വർഗത്തിലെത്തുവാൻ വേണ്ടിയുള്ള ഒരു ശുദ്ധീകരണമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. കർത്താവിൻ്റെ 2ാം വരവോടുകൂടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ എത്തിയിരിക്കും. അന്ത്യവിധിയോടുകൂടെ സ്വർഗവും നരകവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ് നാം ഇത്രയും നേരം ശ്രദ്ധിച്ചത്. എന്താണ് മരണം? എന്താണ് പുനരുത്ഥാനം? എന്താണ് തനത് വിധിയും പൊതുവിധിയും? സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലം, ഇവയെല്ലാം നാം പഠിക്കുകയായിരുന്നു. ഇനി ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അത് ബൈബിൾ അധിഷ്ഠിതമാണോ? പഴയ നിയമത്തിൽ 2 മക്കബായരിൻ്റെ 12-ാം അധ്യായത്തിൽ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യൂദാസ് മക്കബേയൂസിനെ കുറിച്ച് നമുക്ക് കാണാം. ഇതുകൂടാതെ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? നാം യേശു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളിലൂടെ തമ്മിൽ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. മരണശേഷം ആത്മാവിന് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ല, മാനസാന്തരപ്പെടാനും സാധ്യമല്ല. എന്നാൽ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി കൊതിക്കുന്ന ആത്മാവിന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ഏറെ ആശ്വാസപ്രദമാണ്. അതുകൊണ്ട് ഏതൊരു ക്രൈസ്തവൻ്റെ ധർമ്മമാണ് മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്?
നരകത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നരകത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും മോചനം ലഭിക്കുകയില്ല എന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞു. സ്വർഗത്തിലുള്ള ആത്മാക്കൾക്ക്, അതായത് വിശുദ്ധർക്ക്, നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അവരവരുടെ നിത്യസൗഭാഗ്യം അവകാശമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പ്രയോജനപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കാണ്. എന്നാൽ ആരാണ് സ്വർഗത്തിലുള്ളത്, ആരാണ് നരകത്തിലുള്ളത്, ആരാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് മരിച്ചുപോയ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. കത്തോലിക്ക സഭ കാനനൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ചില വ്യക്തികൾ അവർ വിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മാത്രമാണ് സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായി അറിയാവുന്നവർ. എന്നാൽ 2000 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ സഭ ഈ വ്യക്തി നരകത്തിലാണ് അല്ലെങ്കിൽ ഇത്ര പേർ നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ആരാ ഉള്ളത് നമുക്ക് ആർക്കും അറിയില്ല. വിധിക്കുന്നത് കർത്താവാണ്, നമ്മളല്ല. മരണസമയത്ത് ഒരു വ്യക്തിയുടെ ആത്മാവ് ഏത് അവസ്ഥയിലാണ്, ആ വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കുവാനുള്ള അവകാശമില്ല. എളിമയോടുകൂടി എല്ലാ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം സഭയിൽ ആദ്യം മുതലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രാർത്ഥനകളിലും ആരാധനാക്രമത്തിലുമെല്ലാം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് പ്രത്യേകമായിട്ട് കാണാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന മധ്യേ തന്നെ ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും എന്ന കുക്കിലിയോനിൽ പരേതരായ ആചാര്യന്മാർക്ക് വേണ്ടി, ശ്രേഷ്ഠാചാര്യന്മാർക്ക് വേണ്ടി, മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ എന്ന കുക്കിലിയോനിൽ മൃതവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്. കാരണം സഭ എന്നത് ജീവിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും കൂട്ടായ്മയാണ്. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധർ അവർ വിജയീ സഭയാണ്. ഭൂമിയിലായിരിക്കുന്ന വിശ്വാസികൾ അത് സമരസഭയാണ്. തിന്മയോട് എന്നും പോരാട്ടത്തിലായിരിക്കുന്ന തീർത്ഥയാത്രികരാണ് സമരസഭയിലുള്ളവർ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ അതാണ് സഹനസഭ. എല്ലാവരും ഒന്ന് ചേർന്ന് ത്രിയേക ദൈവത്തെ ആരാധിക്കേണ്ട സമൂഹമാണ് എന്ന ബോധ്യത്തോടു കൂടെ ഈ ഒരു പാരമ്പര്യത്തെ നമുക്കെന്നും പിന്തുടരാൻ സാധിക്കണം. മരണാനന്തര ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. എങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൽ അതിൻ്റെ അന്തരാർത്ഥങ്ങൾ നമുക്ക് കുറേയൊക്കെ വ്യക്തമാണ്. ദൈവമായുള്ള സംസർഗം മരണത്തേക്കാൾ ശക്തമാണ്. മരണത്തിന് മുമ്പുള്ള ജീവിതം ദൈവസംസർഗത്തിൽ അടിയുറച്ച ജീവിതമാണെങ്കിൽ മരണത്തിന് ശേഷവും ആ ജീവിതം ശ്രേഷ്ഠമായി തുടരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവുമായി ഐക്യപ്പെട്ടവർ മരണശേഷവും നിത്യജീവനായ ക്രിസ്തുവുമൊത്ത് നിത്യകാലം വാഴും. ഈ പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാം. ഇതോടുകൂടെ 5 എപ്പിസോഡുകളായി സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പഠനം അവസാനിക്കുകയാണ്. ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ ത്രിയേക ദൈവത്തെക്കുറിച്ചും, 3-ാമത്തെ എപ്പിസോഡിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചും, 4-ാമത്തെ എപ്പിസോഡിൽ പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ചും, ഇന്നത്തെ അവസാനത്തെ എപ്പിസോഡിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. ഏവർക്കും നന്ദി. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.